പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബാക്കി കുറച്ച് അരി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട ബിരിയാണിയാണല്ലോ, അപ്പോൾ അതിന് മെയിൻ സാധനമാണല്ലോ മുട്ട. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ ഒരാൾ സഹായിക്കുക കേട്ടോ, ഉള്ളിയൊക്കെ അരിഞ്ഞ് എന്നെ സഹായിക്കുന്നത് കണ്ടോ. ആ ഉള്ളി അരിഞ്ഞതിൻ്റെ ഒരു ഗൗരവം നോക്കിക്കേ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ദാണ്ടെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം ദാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ അരി ദാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കണം, ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ലപോലെ നമുക്ക് അരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റാം. ഇനി നമുക്ക് നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള ദാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്തെടുക്കണം. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം. എന്താണ് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
ഇനി നമ്മളിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാള നല്ല വഴറ്റിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ഒന്ന് വാടണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. പൊടികളെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാളയിലൊക്കെ നമ്മുടെ മസാല പിടിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച നമ്മുടെ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പുളിപ്പില്ലാത്ത തൈര് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് എത്രയും മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട നമ്മൾ ഇവിടെ വരഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മസാലയിലോട്ട് ഇടുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില. ഇനി നമുക്ക് അടുത്തതിടാം. ഇനി നമ്മളിത് 5 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് ആവിയേറ്റാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവം കേട്ടോ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.